ശ്രീമദ് ഭാഗവതം ക്ലാസ് 142. ഇന്ന് നമ്മൾ നോക്കുന്ന സ്കന്ധം 7 4-ാമത്തെ അധ്യായമായ ഹിരണ്യകശിപുകൃത ദേവദ്രോഹവും പ്രഹ്ലാദനെയും പറ്റിയാണ്. ഹിരണ്യാക്ഷന്റെ മരണശേഷം ഹിരണ്യകശിപു അതിന് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് തപസ് ചെയ്യുന്നു, അതിൻ്റെ വരം നേടുന്നു. ആ വരത്തിൻ്റെ ബലത്തിലാണ്, ആ വരത്തിൻ്റെ ശക്തിയിലാണ് പിന്നെ അദ്ദേഹം 3 ലോകങ്ങളെയും കീഴടക്കാൻ പോകുന്നത്. അതിനെപ്പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രഹ്ലാദന്റെ കാര്യമെല്ലാം വരുന്ന സ്ഥലത്ത് അതിൻ്റെ പിന്നിലുള്ള സയൻസ് പറയാം. ഇത് സൃഷ്ടിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. സൃഷ്ടിയുടെ അടുത്ത സ്റ്റേജാണ്. നമ്മളിപ്പോൾ കഴിഞ്ഞതിൽ എത്തി നിൽക്കുന്നത് ഗ്രഹങ്ങളെല്ലാം ഉണ്ടായി അതിനെ സൂര്യൻ്റെ മറ്റുള്ള നക്ഷത്രങ്ങളുടെ എല്ലാം ഭ്രമണപഥത്തിൽ കൊണ്ടുവെക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്, ചുറ്റിയിട്ടില്ല. കൊണ്ടുവെക്കുക പിന്നെ ചുറ്റിക്കുക എന്ന് പറഞ്ഞാൽ വേറൊരു പ്രക്രിയയാണ്. ആധുനിക സയൻസും കെമിസ്ട്രി പഠിക്കുമ്പോൾ അറിയാം, ആദ്യം ഊഹിച്ചിരുന്നത് എല്ലാ ഇലക്ട്രോണും അതിൻ്റെ ചുറ്റും ഇങ്ങനെ നിൽക്കുകയാണ് എന്നാണ്. പക്ഷേ ആ നിൽക്കുന്നതിന് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. വെറുതെ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതങ്ങ് വീണു പോകും. അതുകൊണ്ടാണ് പിന്നെ സയൻസ് മോഡിഫൈ ചെയ്ത് അത് ചുറ്റുന്നു എന്ന അടുത്ത സ്റ്റേജിലേക്ക് പോയത്. അതേപോലെ തന്നെയാണ് ഇവിടെ പറയാൻ പോകുന്നത്. ചുറ്റാൻ തുടങ്ങിയിട്ടില്ല, അവിടെ വെച്ചിട്ടേ ഉള്ളൂ ഭ്രമണപഥത്തിൽ. അപ്പോൾ അതിൻ്റെ ശേഷമുള്ള ചുറ്റാൻ പോകുന്ന അവസ്ഥയാണ് ഹിരണ്യകശിപുവിൻ്റെ കഥയിലൂടെ പറയാൻ പോകുന്നത്. അവിടെയും ചുറ്റാൻ ശ്രമിക്കുമ്പോൾ അതിനെ എതിർക്കുന്ന ശക്തികളെല്ലാം ഉണ്ട്. അതെന്നേരം പറയാം. പക്ഷെ ഇപ്പോൾ ഇവിടെ ഹിരണ്യകശിപുവിനെ പറ്റി മാത്രമാണ് പറയുന്നത്. പ്രഹ്ലാദന്റെ സ്വഭാവം എല്ലാം വിശേഷിക്കുകയാണ്. അത് ആത്മീയതയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം. അതുകൊണ്ട് കഥയിലേക്ക് സയൻസിലേക്ക് കടക്കാതെ നമ്മൾ ഇതിലേക്ക് കടക്കുകയാണ്. ഒന്നില് നാരദൻ പറയുകയാണ്, ഹിരണ്യകശിപുവിനെ വരം ചോദിക്കപ്പെട്ടപ്പോൾ ബ്രഹ്മദേവൻ എന്ത് ചെയ്തു? അവന്റെ തപസ്സിൽ സന്തുഷ്ടനായിട്ട് അവനെ തൽക്ഷണം തന്നെ വരം പ്രദാനം ചെയ്തു. ഇത് 2 ബ്രഹ്മാവ് പറഞ്ഞു, മകനെ, നിനക്ക് എന്നിൽ നിന്നും ലഭിക്കുന്ന വരങ്ങൾ ശാരീരികൾക്ക് ലഭിക്കുവാൻ പ്രയാസമാണ്. മറ്റാർക്കും തന്നെ ഇത്തരം എനിക്കിപ്പം ലഭിച്ച തരത്തിലുള്ള വരം ശരീരമുള്ള ആർക്കും തന്നെ ലഭിക്കുവാൻ പ്രയാസമാണ്, ലഭിക്കില്ല. അപ്പം ഇതൊന്നും ശരീരമുള്ളതല്ല, ഇതെല്ലാം ഹിരണ്യകശിപു ഉള്ളതെല്ലാം ബലമായിട്ടേ കാണേണ്ടതുള്ളൂ, അല്ലാതെ മനുഷ്യരൂപത്തിലൊന്നും കണ്ടുപോകരുത്. എങ്കിലും ഞാനത് നിനക്ക് നൽകിയാണ്. അതുകൊണ്ട് ശരീരരൂപത്തിലുള്ളതാണെന്നും ചിന്തിച്ചു പോകരുത്. ഇത് ആ ബലത്തിന് കൊടുത്ത വരമാണ്. അതിനുശേഷം 3 അതിനുശേഷം സമസ്ത ഐശ്വര്യങ്ങളുടെയും നാഥനും വ്യർത്ഥമാകാത്ത അനുഗ്രഹത്തോടു കൂടിയവരുമായ ബ്രഹ്മദേവൻ പറഞ്ഞാൽ പിന്നെ അത് വ്യർത്ഥമാകില്ല, അത് സഫലമാകുക തന്നെ ചെയ്യും. ഹിരണ്യകശിപുവിന്റെ ആരാധനയും മരീചിത്തുക്കളുടെ സ്തുതികളും ഏറ്റുവാങ്ങിക്കൊണ്ട് ഗമിച്ചു. പിന്നെ എല്ലാവരും അദ്ദേഹത്തെ ബ്രഹ്മദേവനെ ആരാധനയാൽ മൂടി. കാരണം ആഗ്രഹം സാധിപ്പിച്ചു കൊടുത്തു. മറ്റുള്ളവരെല്ലാം അദ്ദേഹത്തെ ബ്രഹ്മദേവനെ സ്തുതിക്കുകയെല്ലാം ചെയ്തു. എന്നിട്ട് ബ്രഹ്മദേവൻ അവിടുന്ന് പോയി. ഇതിന്റെ 4 പറയുകയാണ്, ഇപ്രകാരമുള്ള വരവും തങ്കക്കട്ടിക്കൊത്ത ശരീരവും നല്ല ശക്തിയെല്ലാം ഉള്ള ശരീരം, നല്ല ഉറച്ച ശരീരമെല്ലാം ഉള്ള അസുരൻ സഹോദര വധത്തെ പറ്റി ഓർത്തു. തപസ് കഴിഞ്ഞതിന് ശേഷം ഓർത്തു, സഹോദരന്റെ വധത്തെ പറ്റിയാണ് ഓർത്ത്. അപ്പോൾ വിഷ്ണു ഭഗവാനിൽ എന്തുണ്ടായി? വിരോധം കൂടി വന്നു.
5, 6, 7 പറയാണ്. പിന്നെ അവൻ എല്ലാ ദിക്കുകളെയും 3 ലോകങ്ങളെയും വിജയിച്ചു. 3 ലോകങ്ങളും പിന്നെ അവനെ കീഴടക്കാൻ ആരുമില്ല. ദേവന്മാർ, മനുഷ്യന്മാർ, അസുരന്മാർ എന്നിവരുടെ അധിപന്മാരെ എല്ലാം അദ്ദേഹം ഇല്ലാതാക്കി. ദേവന്മാരെ ഒന്നും ചെയ്തിട്ടില്ല. ദേവന്മാരുടെ, മനുഷ്യരുടെ, അസുരരുടെ എല്ലാവരുടെയും തലവന്മാരെ മാറ്റിയിട്ട് അവനേകം. ഗന്ധർവന്മാർ, ഗരുഡന്മാർ, സർപ്പദേവതകൾ അവരുടെ എല്ലാം തലവന്മാരെ എടുത്ത് ദൂരക്കളഞ്ഞു. സിദ്ധന്മാർ, ചാരണന്മാർ, വിദ്യാധരന്മാർ എന്നിങ്ങനെയുള്ളവരെ അവരുടെ എല്ലാം കീഴടക്കി. ഋഷികൾ, പിതൃക്കൾ, പിന്നെ മനുക്കൾ എന്നിവരെയും യക്ഷ, രാക്ഷസ, പിശാചി എന്നിവരുടെയും ഇവരുടെ നായകന്മാരെയും, അതായത് എല്ലാ വിഭാഗത്തിൻ്റെയും തലവന്മാരെ അവൻ ഇല്ലാതാക്കിയിട്ട് അവരുടെ നേതൃത്വം അവൻ കൈകാണി. ഭൂതനായകന്മാർ, പ്രേതനാഥന്മാർ എന്നിവരെല്ലാം ഒറ്റയൊന്നിനും കിട്ടിയിട്ടില്ല. പ്രപഞ്ചത്തിൽ ഏതെല്ലാം ഉണ്ടോ എല്ലാ വിഭാഗങ്ങളുടെയും തലവന്മാരെയെല്ലാം എടുത്ത് മാറ്റിയിട്ട് സകല പ്രാണികളുടെയും തലവന്മാരെയും കീഴടക്കി. അവരെല്ലാം കീഴടക്കി, ഒന്നൊന്നും പറയുന്നില്ല, കീഴടക്കി. എന്നിട്ട് അവൻ്റെ സ്വാധീനതയിൽ കൊണ്ടുവന്നു. എന്നിട്ട് അവരുടെ എല്ലാം സ്ഥാനങ്ങളെയും വിഭവങ്ങളെയും അപഹരിച്ചു. അവരുടെ സ്ഥാനങ്ങളെല്ലാം സ്വയം ഏറ്റെടുത്തു. അവരുടെ വിഭവങ്ങളെല്ലാം ഇവൻ്റെ അധീനതയിൽ വന്നു. പിന്നെ 8 പറയാണ്, നന്ദനവനത്തിൻ്റെ ശോഭക്കൊത്ത, ഏകദേശം നന്ദനവനം പോലെയുള്ള ശോഭക്കൊത്ത സ്വർഗലോകം ആസ്ഥാനമാക്കി. സ്വർഗത്തിലാണ് ഇന്ദ്രനെല്ലാം ഉള്ളത്. അപ്പോൾ ആ ഇന്ദ്രനെല്ലാം എടുത്ത് മാറ്റിയിട്ട് അത് ആസ്ഥാനമാക്കി വിശ്വകർമാവിനാൽ തീർത്ത 3 ലോകങ്ങളുടെയും ആസ്ഥാനമായ സകല സമൃദ്ധിയും ഉൾക്കൊള്ളുന്ന ദേവേന്ദ്ര ഭവനത്തിൽ ആധിപത്യം നേടി. വിശ്വകർമാവ് നിർമ്മിച്ചു കൊടുത്തതാണ് ദേവേന്ദ്രന്റെ ഭവനം സ്വർഗത്തിൽ. അതല്ല ഇങ്ങനെ കൈക്കലാണ്. എന്നിട്ട് 9, 10, 12 പറയാണ്, അവിടുത്തെ പടികളെല്ലാം പവിഴക്കല്ലുകൾ കൊണ്ടാണ്, അകത്തകളങ്ങളെല്ലാം മരതക കല്ലുകൾ പതിച്ചതാണ്, ഭിത്തികൾ സ്ഫടിക നിർമ്മിതമാണ്, നിരനിരായ തൂണുകൾ വൈഡൂര്യം പതിച്ചതാണ്, ചിത്രാങ്കിതമായ മേൽത്തട്ടുകളുണ്ട്, പത്മരാഗമണിയോടുകൂടിയ ഇരിപ്പിടമുണ്ട്, പാൽനുരക്കൊത്ത മെത്തകളുണ്ട്, മുത്തുമാലകളുടെ തോരണങ്ങളുണ്ട്, സുന്ദര സ്ത്രീകളുടെ പാദച്ചിലങ്കുകളുടെ ശബ്ദം എവിടെയും മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. ദേവേന്ദ്രൻ അവിടെയുള്ള കണ്ണാടിയിൽ സുന്ദരമായ മുഖം ഇടക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അപ്പം ദേവേന്ദ്രൻ എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള സ്ഥലത്താണ് ദേവേന്ദ്രൻ വസിക്കുന്നത്. അപ്പം അവിടെ കണ്ണാടിയെല്ലാം വെച്ചിട്ടുണ്ട് ഇടക്ക് അദ്ദേഹത്തിന് മുഖം നോക്കാൻ വേണ്ടി. ഇതിന്റെ 12 പറയാണ്, അങ്ങനെയുള്ള ദേവേന്ദ്രന്റെ രാജധാനികൾ മഹാശക്തിശാലിയും മഹാമനസ്ഥിതിയുള്ളവനും ലോകവിജേതാവും ഏകാധിപതിയുമായ ഹിരണ്യകശിപു ദേവകളിൽ തൻ്റെ അതിപ്രതാപം അടിച്ചേൽപ്പിച്ചുകൊണ്ട്, അപ്പൊ അതെല്ലാം കീഴടക്കിയിട്ട് ദേവകളിലെല്ലാം തൻ്റെ പ്രതാപം അടിച്ചേൽപ്പിച്ചുകൊണ്ട് അത്യുഗ്രമായ ആജ്ഞാശക്തിയോടുകൂടി ഇരുന്നങ്ങനെ സുഖിച്ചു, അവിടെ ഇരുന്നു. ഇത് 13 പറയുകയാണ്, മുന്തിയ മദ്യം, നല്ല മണമുള്ള മുന്തിയതരം മദ്യത്താൽ ലഹരി കൊണ്ടവനും ചുവന്ന കണ്ണുള്ളവനും തപോനിഷ്ഠ, യോഗസിദ്ധി, ദേഹബലം, ഇന്ദ്രിയബലം എന്നിവയോട് കൂടിയവനുമായ അവൻ ത്രിമൂർത്തികളെ ഒഴികെ മറ്റെല്ലാ ലോകപാരകരെയും, അപ്പൊ ത്രിമൂർത്തികൾ മാത്രമല്ല അവരെ ഒഴിവാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാ ലോകപാരകരും എന്ത് ചെയ്തു? അവന് കാണിക്ക കൊണ്ട് അദ്ദേഹത്തെ സേവിക്കാൻ തുടങ്ങി. എല്ലാവരും
അപ്പൊ ഇവനിങ്ങനെ മദ്യം കുടിച്ച് നല്ല ലഹരിയില് ചുവന്ന കണ്ണലിലായിട്ട് തപോനിഷ്ഠയുണ്ട്. ഈ ശക്തികളെല്ലാം പ്രതാപശാലിയായ ബലവാനായ ശക്തിമാനായ ഇദ്ദേഹത്തെ ത്രിമൂർത്തികൾ ഒഴിച്ചിട്ട് ബാക്കിയുള്ള ദേവതകളെല്ലാം വന്നിട്ട് കാണിക്ക നൽകിയിട്ട് സേവിക്കാൻ തുടങ്ങി. 14 പൗരുഷം കൊണ്ട് ഇന്ദ്രാസനത്തെ അടക്കി വാണ അവനെ വിശ്വവാസുവും തുമ്പുരവും ഞാനും പാടിപ്പുകഴ്ത്തിയിരുന്നു. അതായത് ഇവരെല്ലാം പാടിപ്പുകഴ്ത്തി, എല്ലാവരും അദ്ദേഹത്തെ പാടിപ്പുകഴ്ത്തി. അതായത് അദ്ദേഹം അത്രയും നല്ല നിലയിൽ അവിടെ ഇരിക്കുകയാണ്. ഗന്ധർവ സിദ്ധ മാമുരി വിദ്യാധര അപ്സര സ്ത്രീകളും തുടരെ സ്തുതി പാടിക്കൊണ്ടിരുന്നു. അവരെല്ലാം ഇദ്ദേഹത്തെ, എല്ലാവരും അദ്ദേഹത്തെ സ്തുതിച്ചോണം. ആ നിലയിലാണ് അദ്ദേഹത്തിന്റെ ഇരിപ്പ്. അപ്പോൾ അസുരൻ ആധിപത്യം സ്ഥാപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ സൃഷ്ടിക്രമം മുന്നോട്ടേക്ക് പോകുന്നില്ല, എല്ലാം തടുത്തുപോയി. കുറച്ചു കാലം ആ അവസ്ഥയിൽ തന്നെ അങ്ങനെ കിടക്കുകയാണ്. സൃഷ്ടി മുന്നോട്ടേക്ക് പോകുന്നില്ല. ഇനിയും സൃഷ്ടി മുന്നോട്ടേക്ക് പോകണം. വർണ്ണാശ്രമധർമ്മങ്ങൾ ആചരിക്കുന്നവരാൽ 15 വർണ്ണാശ്രമധർമ്മങ്ങൾ ആചരിക്കുന്നവരെല്ലാം ധാരാളം ദക്ഷിണകളോടുകൂടെ നടത്തപ്പെടുന്ന യജ്ഞങ്ങൾ കൊണ്ട് അവനെ തന്നെ ആരാധിച്ചു, അവൻ തന്നെ ഹവിസ്സുകളും സ്വീകരിച്ചു. അപ്പൊ ആ കാലത്ത് നടത്തുന്ന എല്ലാ യജ്ഞങ്ങളും അവനാണ് സ്വീകരിക്കുക. അപ്പം അവൻ ദേവന്റെ സമാനമായി മാറി. അദ്ദേഹം ഒരു ദേവനായിട്ട് മാറിയിരിക്കുകയാണ്. അസുരനാണെങ്കിലും എല്ലാവരും ചെയ്യുന്ന യജ്ഞങ്ങൾ അതിന്റെ ഫലം അവൻ സ്വീകരിക്കാൻ തുടങ്ങി. അവൻ ഞാൻ തന്നെ ദൈവം, എനിക്ക് പുറമെ വേറെ ആരുമില്ല. അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് സ്വയം അവൻ വളർന്നു. 16 7 ഭൂഖണ്ഡങ്ങൾ അടങ്ങിയ ഭൂമി. 7 ഭൂഖണ്ഡങ്ങൾ എന്ന് പറഞ്ഞാൽ 7 ലോകങ്ങൾ അതിലടങ്ങിയതാണ് ഭൂമി. അവന് കൃഷി ചെയ്യാതെ തന്നെ വിഭവങ്ങൾ നൽകി. അതായത് എല്ലാ ഭൂമി എവിടെയെല്ലാം ഉണ്ടോ അതെല്ലാം അവന് വേണ്ടത്, കൃഷിയൊന്നും ചെയ്യേണ്ട, അങ്ങ് നൽകി. അത്രയും സുഭിക്ഷമാണ്. അന്തരീക്ഷം ആഗ്രഹങ്ങൾ ചുരത്തി നൽകി. അദ്ദേഹത്തിന് എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം അന്തരീക്ഷം ചുരത്തി നൽകി. ശൂന്യാകാശം വൈവിധ്യമാർന്ന പല അത്ഭുത വസ്തുക്കളെയും പ്രകടമാക്കി. അപ്പൊ എല്ലാവരും, അതായത് ലോകം മുഴുവൻ അവനെ പേടിച്ചിട്ട് അവന് വേണ്ടിയിട്ട് എല്ലാം ചെയ്യാൻ തയ്യാറായി നിന്നു. 17 ഉപ്പ്, മദ്യം, നെയ്, തേൻ, തൈര്, പാല്, അമൃതജലം ഇങ്ങനെയുള്ള സാഗരങ്ങൾ, ഉപ്പൊഴുകുന്ന ഉപ്പുജലം, മദ്യം ഒഴുകുന്ന, നെയ്യ് ഒഴുകുന്ന, തേനൊഴുകുന്ന, തൈരൊഴുകുന്ന, പാലൊഴുകുന്ന അമൃതജലം, ഇങ്ങനെയെല്ലാമുള്ള സാഗരങ്ങൾ ഉണ്ടായിരുന്നു. അവരുടെ പത്നിമാരായിട്ടാണ് നദികളെയും പെടുത്തി. നദികളും തിരമാലകളാൽ രത്നജാലങ്ങളെ ഏന്തി നിന്നിരുന്നു. തിരമാലകളിൽ നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ രത്നങ്ങളെ മാതിരി കാണും. പ്രത്യേകിച്ച് സന്ധ്യാസമയത്ത് വെള്ളി മാതിരി ഇങ്ങനെ കാണും. 18 മലകളുടെ താഴ്വരങ്ങളെല്ലാം ക്രീഡാ സങ്കേതങ്ങളായിരുന്നു. മലകളുടെ താഴ്വരം എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള കളിസ്ഥലങ്ങൾ പോലെയുള്ളതായിരുന്നു. വൃക്ഷങ്ങളെല്ലാം എല്ലാ കാലത്തും പൂക്കുകയും കായ്ക്കുകയും ചെയ്തിരുന്നു അവന് വേണ്ടിയിട്ട്. അവൻ സ്വയം സർവ്വലോകപാലകരുടെയും ധർമ്മങ്ങൾ വെവ്വേറെ നിർവഹിച്ചു. എല്ലാറ്റിൻ്റെയും തലവന്മാരെയും എടുത്ത് മാറ്റിയല്ലോ. എന്നിട്ട് അവൻ തന്നെ എല്ലാറ്റിൻ്റെയും വകുപ്പിൻ്റെയും ഹെഡ്. എല്ലാ വകുപ്പുകളും വെവ്വേറെ വകുപ്പ് അദ്ദേഹം തന്നെ കൈകാര്യം ചെയ്തു. ഇന്ദ്രൻ ചെയ്യേണ്ട ജോലി അദ്ദേഹം ചെയ്യും, അഗ്നി ചെയ്യേണ്ട ജോലി അദ്ദേഹം ചെയ്യും. എല്ലാത്തിൻ്റെയും തലവൻ അദ്ദേഹമായി മാറി. എന്നിട്ട് എല്ലാ ജോലിയും അവൻ തന്നെ ഒറ്റക്ക് ഏകാധിപതിയെ പോലെ. പിന്നെ വേറെ തലവന്മാരൊന്നുമില്ല, എല്ലാം അവൻ തന്നെ. 19 അവനിപ്പോ ഈ വിധം ദിഗ്വിജയം നേടി ഏകാധിപതിയായി ഇഷ്ടാനുസരണം വിഷയങ്ങളെ അനുഭവിച്ചു.
അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് സുഖഭോഗങ്ങൾ അനുഭവിച്ചുകൊണ്ട് അവനങ്ങനെ നിൽക്കുമ്പോൾ, പക്ഷെ അവനൊരു കുഴപ്പമുണ്ടായിരുന്നു. ഇന്ദ്രിയങ്ങളെ ജയിക്കാത്തവനായിരുന്നു അവൻ. അവൻ ആഗ്രഹങ്ങളുടെ പിന്നാലെ, ഭൗതിക ജീവിതത്തിന്റെ പിന്നാലെ പോകുന്നവനാണ്. എല്ലാ സുഖഭോഗങ്ങളുടെയും പിന്നാലെ പോകുന്നവരാണ്. സുഖഭോഗങ്ങൾ എന്ന് പറയുമ്പോൾ ഇന്ദ്രിയങ്ങൾക്ക് അടിമയായിട്ട്. അപ്പൊ അവന് ഇന്ദ്രിയങ്ങളെ ജയിക്കുവാനായില്ല. ഇന്ദ്രിയങ്ങളെ ജയിക്കാനാകാത്തത് കൊണ്ട് അവൻ ഒന്നിലും സംതൃപ്തി ഉണ്ടായി. കിട്ടിയിട്ടും മതിയായില്ല. എന്ത് കിട്ടിയിട്ടും അവന് സംതൃപ്തനായില്ല. കാരണം അവൻ ഇന്ദ്രിയങ്ങളുടെ അടിമയാണ്. എന്ത് കിട്ടുമ്പോൾ പിന്നെ അതിൻ്റെ അപ്പുറം കിട്ടണം എന്ന ചിന്ത അവനിലുണ്ടായി. ഇങ്ങനെ ഐശ്വര്യങ്ങളിൽ മതിമറന്ന് അഹങ്കാരം മൂത്ത് ശാസ്ത്രമര്യാദകളെ അതിലംഘിച്ച്, ശാസ്ത്രത്തിന്റെ നിയമങ്ങളൊന്നും അദ്ദേഹത്തിന് ബാധകമല്ല. ശനകാദികളുടെ എല്ലാം ശാപത്തെ പ്രാപിച്ചുകൊണ്ട്, അപ്പം ശനകാദികൾ എന്ന് പറഞ്ഞാൽ മുകളിലിരിക്കുന്ന ആദ്യമുണ്ടായ ആ വിഭാഗങ്ങള് ശപിക്കാൻ തുടങ്ങി ഇവന്റെ ഈ പ്രവൃത്തി കൊണ്ട്. അവന്റെ ജീവിതകാലം കുറേ കാലം അങ്ങനെ കടന്നുപോയി. അപ്പൊ അത്രയും കാലം ലോകം പിന്നെ പുരോഗമിക്കുന്നില്ല. അടുത്ത ഘട്ടത്തിലേക്ക് സൃഷ്ടി നടക്കുന്നില്ല. 21 അവന്റെ കഠിന ശാസന മുറകളിൽ സംഭ്രാന്തരായ ലോകപാലകരും ലോകവാസികളും. അപ്പൊ അവന് കർശനമായ നിയമങ്ങളെല്ലാം നടപ്പാക്കിയത്. കഠിനകരമായ, തെറ്റിച്ചാലും കഠിന ശിക്ഷയാണ്. അപ്പം അതുകൊണ്ട് കഷ്ടപ്പെടുന്ന ലോകവാസികളും ലോകപാലകരുമെല്ലാം മറ്റെങ്ങും നോക്കിയിട്ട് ഒരു രക്ഷയില്ല. അതുകൊണ്ട് അവർ എന്ത് ചെയ്തു? മഹാവിഷ്ണുവിനെ ശരണം പ്രാപിച്ചു. വിഷ്ണുവിൻ്റെ അടുത്തെത്തി. അവർ പറഞ്ഞു, എന്നിട്ട് വിഷ്ണുവോട് അവർ പറഞ്ഞു, 24 അവർ പറയുകയാണ്, യാതൊരിടത്ത് അഖിലാത്മാവും, എല്ലാറ്റിൻ്റെയും ആത്മാവ് എവിടെയാണ്? ആ വിഷ്ണു, ഏറ്റവും ടോപ്പിലുള്ള ശ്രീഹരിയുടെ അവസ്ഥയിലുള്ള സ്റ്റേജ്. അവിടെ വിഷ്ണു ആയിട്ട് ചിത്രീകരിക്കുന്നത്, ശ്രീഹരി എന്നല്ല, വിഷ്ണു എന്ന് പറയുന്നതേ ഉള്ളൂ. അഖില ഐശ്വര്യങ്ങളുടെയും അധിപനായ ശ്രീഹരിയുടെ സന്നിധാനത്ത് എവിടെയാണോ ശ്രീഹരി സ്ഥിതി ചെയ്യുന്നത് അവിടെ. അതേപോലെ തന്നെ സംയമനവും നിർമ്മലവുമായ സന്യാസിമാർ, അതായത് സന്യാസിമാര് എവിടെ എത്തിയാൽ തിരിച്ചു വരുന്നില്ലയോ, അതായത് ബ്രഹ്മസാക്ഷാത്കാരം നേടി സന്യാസിമാര് ബ്രഹ്മത്തിൽ പോയി ലയിച്ചാൽ എവിടെ നിന്ന് തിരിച്ചു വരുന്നല്ലോ ആ സ്ഥലത്ത്, ആ ദിക്കിനായി നമസ്കാരമാണ് അവർ പറഞ്ഞത്. അപ്പൊ ഏത് സ്ഥാനത്തെയാണ് അവർ ആശ്രയിച്ചത്? ബ്രഹ്മത്തെ തന്നെയാണ് ആശ്രയിച്ചത്. അതിന് വിഷ്ണു എന്ന് പറയുന്നത് എല്ലാം ഒന്ന് തന്നെയാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇന്ദ്രിയ നിയന്ത്രണത്തോടും ഏകാഗ്രമായ ബുദ്ധിയോടും കൂടി അവർ മനസ്സ് ഏകാഗ്രമാക്കിക്കൊണ്ട് നിർമ്മല ഹൃദയത്തോടും കൂടി അവർ എന്ത് ചെയ്തു? ഉറക്കമൊഴിച്ചിട്ട് വായു മാത്രം ഭക്ഷിച്ചിട്ട് ശ്രീരാമസ്തോത്രം ചെയ്തു. അപ്പോൾ 24 മേഘഗർജനം പോലെ ദിക്കുകളെ മാറ്റൊലി കൊള്ളിപ്പിക്കുന്ന തരത്തിൽ സാധുക്കളുടെ ഭയപ്പാടിനെ അകറ്റിക്കൊണ്ടും. അപ്പൊ ഇങ്ങനെ സ്തോത്രം ചൊല്ലിയപ്പോൾ മേഘഗർജനം പോലെ ദിക്കുകളെ എല്ലാം മാറ്റൊലി കൊള്ളിക്കുന്ന തരത്തില് സാധുക്കളുടെ ഈ സാധുക്കളായ ജനങ്ങളുടെ ദുഃഖമെല്ലാം അകറ്റുന്ന തരത്തില് ഒരശരീരി അവർക്ക് അനുഭവപ്പെട്ടു. അവർക്കൊരശരീരിയാണ് കേട്ടത്, വിഷ്ണു പറയുന്ന പോലെ. എന്താണ് പറഞ്ഞത്? അശരീരി ദേവോത്തമന്മാരെ 25 പറയുന്നതാണ്, ഭയപ്പെടരുത്, നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾക്കെല്ലാം നന്മ വരട്ടെ. കാരണം എൻ്റെ സാക്ഷാത്കാരം സകല പ്രാണികൾക്കും സകല ശ്രേയസ്സും പ്രദാനം ചെയ്യും. എന്നെ ആശ്രയിക്കുന്നവർക്ക് എല്ലാ ശ്രേയസ്സും ഉണ്ടാവും. അതിൽ പിന്നെ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. 26 അസുരന്മാരിലെ അധമനായ ഇവന്റെ ദുഷ്ടത എനിക്കറിവുള്ളതാണ്. അവന്റെ ദുഷ്ടതയല്ല എനിക്കറിയാം. അതിന് ശമനം വരുത്തിക്കൊള്ളാം. അതിനുള്ള പ്രശ്നമെല്ലാം ഞാൻ ചെയ്തോളാം. അല്പകാലം കൂടി കാക്കുവിൻ. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാല് കുറച്ചു കാലം ആ സൃഷ്ടിക്രമം അങ്ങനെ മുന്നോട്ട് പോകാതെ അങ്ങനെ നിന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ ശേഷം വേണം, സമയത്തുമ്പം വേണം. എല്ലാം സമയവുമായിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് സൃഷ്ടിക്രമം പോകുന്നത്. അപ്പോൾ അതുവരെ വിഷ്ണു എന്ത് ചെയ്യും?
എല്ലാം ചെയ്യണമെങ്കിൽ ഇപ്പം നമ്മളൊരു കെട്ടിടം കെട്ടുന്നുണ്ടെങ്കിൽ ഒരു മുഹൂർത്തം നിശ്ചയിക്കുമല്ലോ, അതുവരെ കാത്തിരിക്കുമല്ലോ. അതുപോലെ തന്നെ എന്ന് 27 പറയുകയാണ്, എപ്പോഴും ദേവന്മാരിലും വേദങ്ങളിലും പശുക്കളിലും ബ്രാഹ്മണരിലും സാധുക്കളിലും വേദോക്ത കർമ്മങ്ങളിലും വേദം ശാസ്ത്രത്തിന്റെ അടിസ്ഥാനമായുള്ള കർമ്മങ്ങളിലും എന്നിവയിലും വിദ്വേഷം ഉണ്ടാകുന്നുവോ അപ്പോൾ അവൻ ആരായാലും ഉടനെ ദശിച്ചു പോകും. ദേവന്മാർ എന്ന് പറയുമ്പോൾ നല്ല കർമ്മം ചെയ്യുന്നവർ, ആക്ഷൻ, മറ്റേത് റിയാക്ഷൻ. അസുരന്മാർ എന്ന് പറഞ്ഞാൽ ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കുന്ന ശക്തികൾക്കാണ്, അതിൽ പങ്കെടുക്കുന്നതിനാണ് ദേവന്മാർ എന്ന് പറയുന്നത്. ഈ പ്രപഞ്ചത്തിലെ എല്ലാം ദേവതകളാണ്. കല്ലിൻ്റെ ആവശ്യമുണ്ട് ഇതിന് കെട്ടിടമെല്ലാം കെട്ടാം. അങ്ങനെയാണ് ലോകം പുരോഗമിക്കുന്നത്. സുന്ദരമായ ലോകം ഉണ്ടാക്കുന്നത് കല്ലെടുത്തിട്ടാണ്, കെട്ടിയിട്ടാണ്. അപ്പൊ എല്ലാ വസ്തുക്കളും ദേവതകളാണ്. അപ്പൊ ലോക പുരോഗതിക്കായിട്ട് പ്രവർത്തിക്കുന്ന ദേവകൾ, വേദം, ശാസ്ത്രങ്ങള്, പശുക്കൾ എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ള എല്ലാ മൃഗങ്ങളും, അതെല്ലാം ഇതിനു വേണ്ടിയിട്ടാണ്, നമ്മുടെ ഉന്നതിക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ നിലനിൽപ്പെല്ലാം പശുക്കളിലൂടെയാണ്. പശു എന്ന് പറയുമ്പോൾ വെറും ഇതുമാതിരിയായിട്ടൊന്നും എടുത്തേക്കരുത്. എല്ലാ മൃഗങ്ങളും എന്ത് വേണ്ടി, ആ മൃഗങ്ങളെല്ലാം ഉള്ളത് കൊണ്ടാണ് മനുഷ്യവർഗം പരസ്പരം സഹകരിച്ചിട്ടാണ് പോകുന്നത്. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ള ആൾക്കാര്, ശാസ്ത്രജ്ഞന്മാര്, ചിന്തകര്, അങ്ങനെയുള്ള ആൾക്കാര്, സാധുക്കൾ, സാധാരണ ജനങ്ങള്, അല്ലെ സന്യാസിമാര് എന്നെല്ലാം പറയാം. ഇവരെയെല്ലാം എപ്പോൾ എന്നിവരിൽ ആരെങ്കിലും വിദ്വേഷം, ഏതെങ്കിലും ഭരണാധികാരികളോ ഏതെങ്കിലും കക്ഷികളോ ഇവരെ ദ്രോഹിച്ചാൽ അവർ ആരായാലും എന്തു പറ്റും, ഉടനടി നശിച്ചു പോകും. കാരണം ഇവരെല്ലാം തന്നെ ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കുന്ന പുതിയൊരു ലോകത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഘടകങ്ങളാണ്. ലോകം മുന്നോട്ടേക്കാണ് പോകുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിനെ എതിർക്കുന്നവരെ ഇന്നല്ലെങ്കിൽ നാളെ നശിക്കുക തന്നെ ചെയ്യും. അതിൻ്റെ ഒരു സമയം കൂടി പറയുകയാണ് 28. വിദ്വേഷരഹിതനും ശാന്തനും മഹാമനസ്കനും ആയ തൻ്റെ പുത്രന്റെ നേർക്ക്, അതേവൻ ഹിരണ്യകശിപിന്റെ പുത്രന്റെ നേർക്ക്, തൻ്റെ എന്ന് പറയുമ്പോൾ ഇവിടെ ഹിരണ്യകശിപിന്റെ പുത്രനാണ് പ്രഹ്ലാദൻ. അവൻ വിദ്വേഷരഹിതനാണ്, ശാന്തനാണ്, മഹാമനസ്കനാണ്. അപ്പോൾ അവന്റെ നേർക്ക് എപ്പോൾ ദ്രോഹം തുടങ്ങുന്നുവോ അവന്റെ നേർക്കും എന്ത് ചെയ്യും, ഇദ്ദേഹം ദ്രോഹം ചെയ്യും. അപ്പോൾ ബ്രഹ്മാവിന്റെ വരം ലഭിച്ചവനാണെങ്കിലും ഞാൻ അവനെ കൊല്ലും. കാരണം സ്വന്തം നല്ല പുത്രന്റെ നേരെ അവൻ ദ്രോഹം പ്രവർത്തിക്കുമ്പോൾ ഞാൻ അവനെ കൊന്നോളാം. 29 നാരദൻ പറയുകയാണ്, ജഗദ്ഗുരുവായ ശ്രീഹരി എപ്രകാരം അറിയിച്ചപ്പോൾ ദേവന്മാർ ഇന്ദുർവടിയെ നമസ്കരിച്ചിട്ട് അവരുടെ മനസ്സിലെ പ്രശ്നങ്ങളെല്ലാം അകന്നു. എന്നിട്ട് അവര് മടങ്ങി. ഹിരണ്യകശിപന്റെ പുത്രന്മാരിലെ ഒരുവൻ, അതായത് പ്രഹ്ലാദൻ മാത്രം എല്ലാ ഗുണങ്ങളും തിരഞ്ഞ ഏറ്റവും വലിയവൻ ആയിരുന്നു. വലിയവൻ എന്ന് പറഞ്ഞാൽ അത്രയും ഉന്നത നിലയെ പ്രാപിച്ചവനായിരുന്നു. അവൻ എല്ലാ വലിയവരെയും ആരാധിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. 31 ബ്രാഹ്മണ ഭക്തനാണ്, സൽസ്വഭാവിയാണ്, പ്രതിജ്ഞനും പ്രതിജ്ഞ ചെയ്യുക എന്ന് പറഞ്ഞാല് സത്യമേ ചെയ്യൂ, ശരിയായ വഴിയിലൂടെ നടക്കൂ എന്ന് പ്രതിജ്ഞ ചെയ്ത പോലെ ജീവിക്കുന്നവനും, ഇന്ദ്രിയങ്ങളെ എല്ലാം നിഗ്രഹിച്ച് നിയന്ത്രിച്ചവനും, എല്ലാ പ്രാണികൾക്കും ആത്മാവിനെ പോലെ
പ്രിയങ്കരനും ആയിരുന്നു. അതായത് എല്ലാ പ്രാണിവർഗങ്ങളെയും എല്ലാം ആത്മാവുമായി കണ്ടുകൊണ്ട്, എല്ലാം ഏകമായ ആത്മാവായിട്ട് കണ്ടുകൊണ്ട് അവരെ എല്ലാം ഇഷ്ടപ്പെട്ട, അവരോട് എല്ലാം പ്രിയങ്കരനായിരുന്നു പ്രഹ്ലാദൻ. ഇനി 32 ഭൃത്യനെ പോലെ സജ്ജന പാദങ്ങളെ കുമ്പിടും. സജ്ജനങ്ങളെ കാണുമ്പോൾ ഒരു ഭൃത്യൻ കണക്കെ പോയിട്ട് നമസ്കരിക്കും. മാതാപിതാക്കളെ പോലെ പാവങ്ങളിൽ വാത്സല്യം. മാതാപിതാക്കൾക്ക് കുട്ടികൾക്കോട് എത്ര വാത്സല്യമുണ്ടോ അതേപോലെയുള്ള വാത്സല്യം അദ്ദേഹത്തിന് പാവങ്ങളോട് ഉണ്ടായിരുന്നു. തനിക്കൊത്തവരാണെങ്കിൽ സഹോദരനെ പോലെ കണ്ടിരുന്നു. തനിക്കൊത്തമുള്ള ആൾക്കാരെല്ലാം സഹോദരന്മാരായിട്ടാണ് അദ്ദേഹം കണ്ടിരുന്നത്, സ്നേഹിച്ചിരുന്നത്. ഗുരുജനങ്ങളെയെല്ലാം ഈശ്വരന് സമാനമായിട്ട് സങ്കല്പിച്ചു. അദ്ദേഹത്തിന് ജ്ഞാനം കൈമാറുന്നവരെല്ലാം ഈശ്വരന് സമാനമായിട്ട് കണ്ടു. അറിവ്, അർത്ഥം, അറിവ് ഇഷ്ടമാരിയുണ്ട്, അർത്ഥമുണ്ട്, അഴകുണ്ട് എന്നിവയെല്ലാം കൊണ്ട് സമ്പന്നമായിരുന്നുവെങ്കിലും അഭിമാനവും അഹങ്കാരവും കൈവിട്ടവനായിരുന്നു. അവന് അഭിമാനമൊന്നുമില്ല, അഹങ്കാരവുമില്ല. ഇനി 33 ആപത്ത് കാലത്ത് എന്തൊക്കെ ആപത്ത് വരികയാണെങ്കിൽ അവന് അമ്പരപ്പൊന്നുമില്ല. എന്ത് പ്രതിബന്ധങ്ങൾ വന്നു കഴിഞ്ഞാൽ അവനൊരു കൂസലൊന്നുമില്ല. കേൾക്കുന്നതും കാണുന്നതുമായ പ്രാപഞ്ചിക വിഷയങ്ങളിൽ വാസ്തവികതത്വം കാണുന്നവനല്ല. ഈ കാണുന്നീ കേൾക്കുന്നതെല്ലാം അതേപോലെ അദ്ദേഹം എടുക്കില്ല. കാരണം ഇതെല്ലാം മായയിലുള്ള അവസ്ഥയിലേക്ക്, അതായത് അവൻ അത്രയും ഒരു ബ്രഹ്മസാക്ഷാത്കാരത്തിന് യോജിച്ച ജ്ഞാനമുള്ളവനാണ്. ഈ കാണുന്നീ കേൾക്കുന്നതൊന്നും വാസ്തവമായിട്ട് അതേപോലെ രൂപത്തിൽ അവനെടുക്കില്ല. അതുകൊണ്ട് തന്നെ അവയിലൊന്നും ഒന്നില്ല, ആഗ്രഹവുമില്ല. ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ശരീരം, ബുദ്ധി എന്നിവയെല്ലാം നിയന്ത്രിച്ചു കൊണ്ടായിരുന്നു. അതുകൊണ്ട് ഇവയെല്ലാം നിയന്ത്രിച്ചിരുന്നു. അതുകൊണ്ടാണ് അത് സാധിച്ചത്. ഏത് കാലത്തും ഒതുക്കം വന്ന അഭിലാഷത്തോടു കൂടിയവരും, ഏത് കാലത്തും ഒതുക്കം വന്ന അഭിലാഷം, അങ്ങനെ വേറെ പ്രത്യേകിച്ചുള്ള അഭിലാഷങ്ങളൊന്നും ഇല്ല. ഒതുക്കം വന്ന അഭിലാഷമാണ്. ജന്മനാസുരനെങ്കിലും ആ ആസുരഭാവം അവനിൽ ഉണ്ടായിരുന്നില്ല. അവൻ ജന്മന അസുരൻ തന്നെയാണ്, പക്ഷെ ആസുര സ്വഭാവങ്ങളൊന്നും അവനിലില്ല. സർവൈശ്വരനായ ഈശ്വരനെ ഏതുവിധം കവികൾ വർണ്ണിക്കുന്നുവോ, എല്ലാ ഐശ്വര്യം കഴിഞ്ഞതാരാണ്? ഈശ്വരൻ. ആ ഈശ്വരനെ എല്ലാവരും കവികൾ എങ്ങനെയാണോ വർണ്ണിക്കുന്നത് അതുപോലെ തന്നെയാണ് എല്ലാവരും ഇവനെയും വർണ്ണിച്ചുകൊണ്ടിരുന്നത്. ഇനി 35 ഉത്തമ ഭക്തന്മാരെ വാട്ടിപ്പറയുന്ന സദസ്സിൽ, ഏതെങ്കിലും സദസ്സിൽ വലിയ ആൾക്കാരെ വാട്ടിപ്പറയുക. അങ്ങനെ വാട്ടിപ്പറയുന്ന സദസ്സുകളിൽ ദേവന്മാർ പോലും ഇവൻ അസുരനായിട്ടുകൂടി ഇവന്റെ ഉദാഹരണം എടുത്തു പറയുമായിരുന്നു. അപ്പൊ ഏതെങ്കിലും സദസ്സിലെല്ലാം പറ്റി, മഹാന്മാരെ പറ്റി എടുത്തു പറയുമ്പോൾ ദേവന്മാരടക്കം അസുരനായി ഇവന്റെ പേരെടുത്തിട്ട് ഉദാഹരണ സഹിതം പറയുമായിരുന്നു. അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തി ഈ ലോകത്തിൽ ഉണ്ടാവുക സ്വാഭാവികം, വളരെ അപൂർവമായിട്ടാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്നു ഇവൻ. എന്റെ 36 പറയാണ്, എണ്ണിയാൽ പറയാവുന്ന പറയാനാവാത്ത ഗുണങ്ങളുള്ള ഈ വ്യക്തിയുടെ ഈ വിസ്താരം ഇവിടെ മതിയാക്കാമെന്ന് പറയാണ്. അദ്ദേഹത്തിന്റെ ഗുണങ്ങൾ വിസ്തരിക്കാൻ പോയി കഴിഞ്ഞാൽ എണ്ണിയാൽ തീരാത്തതാണ്. അതുകൊണ്ട് തൽക്കാലം ഇവിടെ ആ വിവരണം ഞാൻ നിർത്തുകയാണ്. എന്നിട്ട്
ഭഗവാനായ ശ്രീ വാസുദേവനിൽ പ്രഹ്ലാദനുള്ള ജന്മസിദ്ധമായ പരമപ്രേമം ഉണ്ടായതിനെ പറ്റി, അതായത് ജനിച്ചത് മുതൽ ഈ ശ്രീ വാസുദേവനിൽ അദ്ദേഹത്തിനുള്ള ജന്മസിദ്ധമായ പരമപ്രേമം, ജനനത്തോടുകൂടി ജന്മസിദ്ധമായി ലഭിച്ച പരമപ്രേമം എങ്ങനെ ഉണ്ടായി അതിനെപ്പറ്റിയുള്ള കാര്യം, അതിൻ്റെ പാരമ്യം എന്താണെന്ന് ഇവിടെ വിസ്തരിച്ച് പറയാമെന്ന് പറയുകയാണ്. ഇങ്ങനെയാണത്. 37 കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ ശ്രീകൃഷ്ണനാകുന്ന ഗ്രഹത്താൽ ആകൃഷ്ടചിന്തനായി നിൻതിരുവടിയിൽ ഏകാഗ്രമായ മനസ്സ് വെച്ച് കളിപ്പാട്ടങ്ങൾ ഉപേക്ഷിച്ച് ലോകത്തെ കാണുന്ന തരത്തിൽ അവൻ അറിഞ്ഞതേയില്ല. അപ്പോൾ ജനിക്കുമ്പോൾ തന്നെ അവൻ ബ്രഹ്മസാക്ഷാത്കാരം നേടിയതിന് സമാനമാണ്. ശ്രീകൃഷ്ണനാകുന്ന ഗ്രഹത്തിൽ, ഗ്രഹം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചം തന്നെയാണ്. ശ്രീകൃഷ്ണനെ ഈ പ്രപഞ്ചമാകുന്ന ജ്യോതിർഗോളങ്ങളായിട്ടാണ് അവൻ കണ്ടിരിക്കുന്നത്, വിരാട് രൂപത്തിൽ. അതിൻ്റെ അപ്പുറം അല്ലാതെ ഈ കാണുന്ന ഇതായിട്ടല്ല അവൻ കണ്ടത്. ഇതെല്ലാം വെറും മായയാണ്. ശരിയായ ഗോളമായ തേജസ്സുറ്റ ആ ഗോളത്തിൻ്റെ കണക്കെയാണ് ആ ശ്രീകൃഷ്ണനെ അദ്ദേഹം ജനിക്കുമ്പോൾ തന്നെ കണ്ടത്. അതിൽ മനസ്സ് വെച്ചുകൊണ്ട്, ഏകാഗ്രമായ മനസ്സ് വെച്ചുകൊണ്ട് ഒരു കളിപ്പാട്ടവും അദ്ദേഹം ഉപയോഗിച്ചില്ല. ലോകത്തെ ഈ കാണുന്ന തരത്തിൽ അവൻ അറിഞ്ഞതേയില്ല. അതായത് ഈ തരത്തിലുള്ള ലോകത്തെയൊന്നും അവന് അറിയില്ല. കാരണം അതിലൊന്നും അവൻ്റെ ശ്രദ്ധ പോകുന്നില്ല. അതാണ് സന്യാസത്തിലേക്ക് തിരിയുന്നവരും ഏത് അവസ്ഥയിലെക്കണം, എല്ലാം ഉപേക്ഷിച്ച് ഇവിടെ നടക്കുന്നതൊന്നും കാണാനും കേൾക്കാനും ഒന്നും പാടില്ല. കണ്ണുകളെയെല്ലാം നിർവീര്യമാക്കി കളയണം. അതാണ് യോഗയിലൂടെ പ്രാക്ടീസ് ചെയ്തിട്ട് ഒന്നും കാണില്ല, കേൾക്കില്ല, അവസാനം ഗാഠനിദ്രയിലുള്ള ഒരവസ്ഥയിലേക്ക് എത്തും. ആ അവസ്ഥയിലാണ് അവൻ ഉണ്ടായിരുന്നത്. ഇവിടെയുള്ളൊന്നും കാണാനും കേൾക്കാനും അതിന് താല്പര്യമില്ല. ഇനി 38 ഭഗവാനിൽ ആശ്ലേഷിതനായി, ഭഗവാനിൽ തന്നെ ആശ്ലേഷിച്ചു കൊണ്ടിരിക്കുക എന്നാണ്, അതിൽ ചേർന്ന് നിന്നുകൊണ്ട് ഏകഭാവം പ്രാപിച്ചവനായി അവൻ ബ്രഹ്മമായി മാറുന്ന തരത്തിലാണ് അവനുള്ളത്. ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും ഉണ്ണുക്കുമ്പോഴും ഓടുമ്പോഴും സംസാരിക്കുമ്പോഴും ആ പ്രവൃത്തിയെ ശ്രദ്ധിച്ചിരുന്നില്ല. അവൻ നടക്കുമ്പോൾ നടക്കുന്നതാണെന്നൊന്നും അറിയില്ല. അവൻ അങ്ങനെ കാറ്റും പുറത്തും പോയാണ്. അവൻ നടക്കുന്നേ അറിയില്ല, ഓടിയാണ്, ഭക്ഷണം കഴിക്കുകയാണ് എന്നുള്ള ചിന്തയൊന്നും അവനില്ല. ബ്രഹ്മസാക്ഷാത്കാരം നേടുമ്പോൾ അങ്ങനെ കാറ്റും പറത്ത് പട്ടം വിട്ട വരി അങ്ങ് പോകും. അല്ലാതെ ലക്ഷ്യത്തോടുകൂടി നടന്നായതാ ഞാനിങ്ങനെ ഇവിടെ എത്തി, ആ ചിന്തയൊന്നുമില്ല. ബോധമില്ലാതെ അങ്ങനെ നടക്കും. ഉണ്ണുമ്പോഴും ശരീര ആ നിലനിൽപ്പിന് വേണ്ടിയാണ്. കിട്ടിയെടുത്ത് വായിലൂടെ അത്രമാത്രം, അതും ചിന്തിച്ചിട്ടൊന്നുമല്ല. 39 ചിലപ്പോൾ ഭഗവാനെ കുറിച്ചുള്ള ചിന്തയാൽ കലക്കം വന്ന മനസ്സോടെ കരഞ്ഞിരുന്നു. ചിലപ്പോൾ അവനിങ്ങനെ കരയും, ഭഗവാൻ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ കരയും. ചിലപ്പോൾ നിന്തിരുവടിയെ കുറിച്ചുള്ള വിചാരത്തിൽ ആനന്ദിച്ച് ചിരിക്കും. ചിലപ്പോൾ ഇങ്ങനെ കരയും, ചിലപ്പോൾ ഇങ്ങനെ ചിരിക്കും. ചില നേരത്ത് ഉറക്കെ പാടി നടക്കും. അതായത് ഒരു ഭ്രാന്തനെ പോലെ നടക്കുക എന്നാണ് പറയുന്നത്. ഒരു സന്യാസി ഈ രൂപത്തിലോടാണ് ബ്രഹ്മസാക്ഷാത്കാരത്തിന് നമ്മൾ ചെല്ലേണ്ടത്. എല്ലാ വീടെല്ലാം മുറ്ററിഞ്ഞ് കുടുംബത്തെയെല്ലാം ഉപേക്ഷിച്ച് ഉടുതുണിയെല്ലാം അടച്ച് എടുത്ത് കളഞ്ഞിട്ട് ഒരു ഭ്രാന്തനെ പോലെ ചിലപ്പോൾ ചിരിക്കുകയും ചിലപ്പോൾ നോക്കുന്നവർക്ക് ചിരിക്കുന്ന മാതിരി തോന്നും, കരയുന്ന മാതിരി തോന്നും, പാടുന്ന മാതിരിയെല്ലാം തോന്നും, പിറുപിറുക്കുന്ന മാതിരി പോകും. അങ്ങനെ ഇതിലെ നമ്മളെ മുന്നിലൂടെ റോഡിലൂടെ എല്ലാവരും നടക്കുന്നുണ്ടെങ്കിൽ അവനിലാണ് നമ്മൾ സന്യാസിയായിട്ട് കാണേണ്ടത്. എല്ലാവരും അല്ല, അത് മനസ്സിലാക്കാൻ കുറെ പാടാണ് അങ്ങനെയുള്ളവരെ. ചിലപ്പോൾ ഉച്ചസ്വരത്തിൽ ശബ്ദിക്കുന്നു, ചിലപ്പോൾ ഒച്ച ശബ്ദത്തിൽ എന്തെങ്കിലും ഒച്ചയാക്കും. ഭ്രാന്തന്മാർ ഒച്ചയാക്കുന്നുണ്ടില്ല, അതുപോലെ തന്നെ. ചിലപ്പോൾ ലജ്ജയില്ലാതെ തുള്ളിച്ചാടും.
ഇതെല്ലാം ഭ്രാന്തന്മാരുടെ ലക്ഷണം കൂടിയാണ്. പക്ഷേ ഇവന് ഭ്രാന്തല്ല എന്ന് മനസ്സിലാക്കണം. അപ്പം നമ്മളെ കൺമുമ്പിലൂടെ ചിലവരിങ്ങനെ പോകുന്നതെല്ലാം ചിലപ്പം ഭ്രാന്തന്മാരായിരിക്കും. അവരെ കയറിയിട്ട് സന്യാസി എന്നൊന്നും ഭരിച്ചു വരുന്നത്. പക്ഷേ അതേ ലെവലിലായിരിക്കും അവന്മാരുടെ പോകും. ചിലപ്പോൾ ഭഗവത് ലീലകൾ അനുകരിച്ചു, ഭഗവാന്റെ ലീലകളെല്ലാം അനുകരിക്കുന്ന മാതിരിയെല്ലാം നടക്കുന്നതാണ്. അങ്ങനെ നമ്മൾ ഇന്ന് കാണുന്നവരെല്ലാം നമ്മളെന്താണ് ചിന്തിക്കുക? ഭ്രാന്തന്മാരാണെന്ന് ചിന്തിക്കുക. പക്ഷെ ആ ഭ്രാന്തന്മാരുടെ ഇടയിലും യഥാർത്ഥ സന്യാസികൾ അതിനടുത്ത് മനസ്സിലാക്കി കണ്ടെത്താൻ ശ്രമിക്കണം. ചിലപ്പോൾ 41 ചിലപ്പോൾ ഭഗവാന്റെ അംഗസ്പർശം ലഭിച്ച പോലെ രോമാഞ്ചം കൊണ്ടിരിക്കും, ചിലപ്പോൾ രോമാഞ്ചടിയും, ചിലപ്പോൾ അചഞ്ചലമായ പ്രേമത്താൽ ആനന്ദ ഭാഷ പൊഴിക്കും, ചിലപ്പോൾ പാതി അടഞ്ഞ കണ്ണുമായി ഇങ്ങനെ അങ്ങ് നടക്കും, മിണ്ടാതെ, ഒന്നും മിണ്ടാതെ. നമ്മളിങ്ങനെ ഒരുത്തരം കണ്ടു കഴിഞ്ഞാൽ ഭ്രാന്തനാണെന്നാണ് പറയുക. പക്ഷേ സന്യാസിയുടെ ലക്ഷണം അതാണ്. ഇത് ഉപനിഷത്തിലെല്ലാം ഇത്തരത്തിൽ തന്നെയാണ് വിവരിക്കുന്നത്. അതായത് ബ്രഹ്മത്തിൽ ലയിച്ച ഒരു വ്യക്തി മാത്രം. ഈ പ്രഹ്ലാദനും ഒരു ശക്തി മാത്രമാണ്, ആ സൃഷ്ടിക്രമത്തിലെ ഒരു ശക്തിയാണ്. അത് പിന്നീട് അടുത്തതില് സൃഷ്ടിക്രമ സയൻസിലൂടെ പറയുമ്പോൾ അടുത്ത പ്രഹ്ലാദന്റെ ഇനിയ കാര്യങ്ങളാണല്ലോ പറയാൻ പോകുന്നത്. അപ്പോൾ ആ സൃഷ്ടിക്രമം വിവരിക്കാം. ഇപ്പോൾ അതിലേക്കൊന്നും കിടക്കുന്നത്. ഇപ്പോൾ ആത്മീയതയിലേക്ക് പോകുന്ന ബ്രഹ്മസാക്ഷാത്കാരം നേടുന്ന വ്യക്തികളുടെ ലക്ഷണം തന്നെയാണ് ഈ ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞു തരുന്നത്. എന്റെ 42 പറയാം, നിഷ്കാമ ഭക്തന്മാരുടെ സമ്പർക്കത്താൽ ലഭിച്ച ശ്രീഹരിയുടെ പാദകമലത്തിലുള്ള ധ്യാനത്തെ, അപ്പൊ ചിലപ്പോൾ അത്രയും ശ്രീഹരിയിൽ ഭക്തി അർപ്പിച്ച ആൾക്കാരുമായിട്ട് ഇവൻ കൂടിച്ചേരുമ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന ആ ധ്യാനത്തിന്റെ മാർഗം അദ്ദേഹം എന്തിനുപയോഗിച്ചിരുന്നു? മോശപ്പെട്ടു പോയ ദുഷ്ട സംസർഗത്തിൽ നശിക്കാൻ കിടക്കുന്ന ചില നല്ല ജനങ്ങൾക്ക് അവൻ ഈ ധ്യാനമാർഗം മനസ്സിലൂടെ മനഃശാക്തി ഉണ്ടാക്കി കൊടുത്തിരുന്നു എന്ന് പറയുകയാണ്. 43 വലിയ ഭഗവത് ഭക്തനും അതിഭാഗ്യവാനും മഹാമനസ്കനും സ്വപുത്രനുമായ അവനിൽ ഹിരണ്യകശിപുവിന് വിദ്വേഷം പ്രവർത്തിച്ചു. അപ്പൊ ഈ ഘട്ടം വരുമ്പോഴാണ് വിഷ്ണു ഇടപെടാമെന്ന് പറഞ്ഞത്. ഏത് ഘട്ടം? വലിയ ഭഗവത് ഭക്തനും അതിഭാഗ്യവാനും മഹാമനസ്കനും ആയ സ്വപുത്രനുമായ അവനിൽ ശ്രീ കശ്യപൻ എന്ന് പറ്റി ശ്രീ ഹിരണ്യകശിപുവിന് വിദ്വേഷം ഉണ്ടായി. 44 ധർമ്മപുത്രൻ പറയുകയാണ്, വിശുദ്ധ സദാചാര നിരതനായ പുത്രന്റെ നേരെ പിതാവ് ഏത് വിദ്രോഹമാണ് പ്രവർത്തിച്ചതെന്ന് വിശദമായി അറിയണമെന്നുണ്ട്. പിതാവ് ഇത്രയും നല്ല പുത്രന്റെ നേരെ പിതാവ് വിദ്രോഹം പ്രവർത്തിച്ച എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് എന്ന് അറിയണമെന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് അടുത്തതിൽ പറയുന്നു. പുത്രവാത്സല്യത്താൽ 45 പിതാക്കന്മാർ മര്യാദ തെറ്റി നടക്കുന്ന സ്വന്തം മക്കളെ നേർവഴിക്ക് നടത്തുവാൻ വേണ്ടിയിട്ട് അധിക്ഷേപിക്കാറുണ്ട്. പിതാക്കന്മാരെ മക്കൾ തെറ്റായി നടക്കുമ്പോൾ അവരെ നേർവഴിക്ക് നയിക്കാൻ വേണ്ടിയിട്ട് അധിക്ഷേപിക്കാറുണ്ട്. പക്ഷേ വിദ്രോഹിക്കാറില്ല. ശത്രുവായിട്ട് കണ്ടിട്ട് മക്കളെ ചീത്ത പറയുന്നതിൽ എന്തിനാണ്? നന്നാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ അവരെ ശത്രുവായി കാണാറില്ല. പക്ഷെ ഇവിടെ എന്താ ചെയ്തത്? ശത്രുവായിട്ടാണ് കിടക്കുന്നത്. പക്ഷേ വിദ്രോഹം പ്രവർത്തിക്കാറില്ല. പിന്നെ അനുകൂല ഭാവത്തിൽ പ്രവർത്തിക്കുന്ന സദാചാര നിരതനായ പ്രഹ്ലാദനെ പറ്റി പിതാവ് ഇങ്ങനെ പ്രവർത്തിച്ചത് എന്തുകൊണ്ടാണ്? വിദ്രോഹം പ്രവർത്തിച്ചത് എന്തുകൊണ്ടാണ്? എല്ലാ സദാചാരത്തിനനുസരിച്ച് നേരായ മാർഗത്തില് പിതാവിനെയെല്ലാം ബഹുമാനിച്ചുകൊണ്ട് തന്നെയാണ് അവൻ ജീവിച്ചിരുന്നത്. അവന് കുറ്റങ്ങളൊന്നുമില്ല.
സാധാരണ കുറ്റം ചെയ്താൽ അച്ഛന്മാർ ഏറി വന്നാൽ അധിക്ഷേപിച്ച് പറയുക, അല്ലെങ്കിലേ ഉപദേശിച്ച് നന്നാക്കാനാണ് നോക്കുക. ഏറി വന്നാൽ അധിക്ഷേപിക്കുകയേ ചെയ്യുള്ളൂ. പക്ഷേ ഇവന് കുറ്റമൊന്നുമില്ല, നല്ല സ്വഭാവമുള്ള അടക്കം കൊടുക്കുക, അച്ഛനെയാലും ഭയങ്കര ബഹുമാനമാണ്. അങ്ങനെയുള്ളൊരു പുത്രൻ്റെ നേരെ വിദ്വേഷമുണ്ടായത് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കണം. അച്ഛന് 46 മകനോടുള്ള വിരോധം പിതാവിൻ്റെ മരണത്തിന് കാരണമായി എന്നത് അച്ഛന് മകനോടുള്ള വിരോധം പിതാവിൻ്റെ മരണത്തിന് കാരണമായി എന്നത് കൗതുകകരമായ ഒരു സംഭവം തന്നെയാണ്. അത് വളരെയധികം മനസ്സിൽ സന്ദേശങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ. ആർക്ക്? ധർമ്മപുത്രർക്ക്. അതെങ്ങനെയാണ് മക്കളോട് അങ്ങനെ ഒരു വിദ്രോഹം വെക്കുക എന്നുള്ളതാണ് വലിയ, എങ്ങനെയാണ് അതുണ്ടാകുന്നത്? അത് ഇത്രയും നല്ല പുത്രനോട്, എന്നിട്ട് ആ പുത്രനെ കൊണ്ട് അച്ഛൻ മരിക്കുക എന്നെല്ലാം പറഞ്ഞ് അച്ഛനോട് ഭയങ്കര ബഹുമാനമുള്ള പാർട്ടിയാണ്. അപ്പൊ ഇതിലെല്ലാം കുറേ സന്ദേഹങ്ങളുണ്ട് എനിക്ക്. അതുകൊണ്ട് അതൊന്ന് നീക്കിത്തരണം എന്ന് പറയുകയാണ്. അതടുത്ത്